നമ്മുടെ പുത്തൻ പുതിയ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്താണ് മൃദുലേ? കളർ സർപ്രൈസ് ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് ചലഞ്ച്. കളർ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചലഞ്ച്. അപ്പൊ സർപ്രൈസ് എവിടെ പോയി? സർപ്രൈസ് ഇതാണ്ടേ. നമ്മള് അന്ന് 10 ഹേർട്ട് ചലഞ്ച് ചെയ്താണല്ലോ, ഹേർട്ട് സർപ്രൈസ് ചലഞ്ച് ചെയ്താണല്ലോ. അപ്പൊ അന്ന് ചലഞ്ച് ടഫ് അല്ലായിരുന്നത്. ഏനെയും വെച്ചിട്ട് ഷോപ്പ് ചെയ്യുന്നത് ടഫ് ആണെങ്കിലും റാൻഡം ആയിട്ട് സാധനങ്ങൾ എടുത്താൽ മതിയായിരുന്നല്ലോ, പല പല കളറുള്ള. പക്ഷെ ഇന്ന് നമ്മള് ഒരു കളറിലുള്ള സാധനങ്ങൾ മാത്രമേ പറിച്ചു. അത് ഭയങ്കര ടഫായിരിക്കും. അത് നമ്മള് പക്ഷെ അത് കറക്റ്റ് നിനക്ക് വേണ്ട സാധനങ്ങളാണോ എന്ന് എടുക്കണ്ടേ എന്നൊരു ഡൗട്ടാണ്. കാരണം അത് കിട്ടുമ്പോ ആ കളറിഞ്ഞ് എടുക്കും. ഒരുപാട് വില ഒന്നും വേണ്ട. ഒരു പ്രൊഡക്റ്റ് 1000 മേളിൽ പോകാൻ പാടില്ല. അയ്യോ, അങ്ങനെ കണ്ടോ? അങ്ങനെയുണ്ട്, അത് റൂളാണ്. ഞാൻ അന്ന് കുറച്ച് വാങ്ങിയായിരുന്നല്ലോ കോസ്റ്റ്ലി ഐറ്റംസ്. അപ്പം ഒരു പ്രൊഡക്റ്റിന് 1000 മേളിൽ പോകാൻ പാടില്ല. ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഒന്നി ഡ്രസ് ഒരെണ്ണം, ടോയ് ആണെങ്കിൽ ഒരെണ്ണം, ടോയ് ആണെങ്കിൽ ഒരെണ്ണം, ഒരു കാറ്റഗറിയിൽ ഒറ്റ പ്രൊഡക്റ്റേ പാടുള്ളൂ. അങ്ങനെ 10 പ്രൊഡക്റ്റ് വേണം ഒരേ കളറിലുള്ളത്. അപ്പൊ ഇനി കളർ ഏതാണ്? കളർ നമ്മള് ഏട്ടന് വേറെ കളർ, എനിക്ക് വേറെ കളർ. നമ്മൾ കളർ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് അമ്പുവിന്റെ എപ്പോഴും കളിക്കുന്ന കേട്ടോ. അമ്പു ഇതിനകത്ത് സ്പിൻ ചെയ്ത്. സോ ഞാൻ അത് എടുത്തിരിക്കുന്നത് പർപ്പിൾ, ബ്ലൂ, യെല്ലോ, ബ്ലാക്ക്, വൈറ്റ്, റെഡ്, ഗ്രീൻ. ഓക്കെ, പക്ഷെ ഇതെല്ലാം ബ്രൗണി ഇരിക്കുന്നതുകൊണ്ട് പല പലതായിട്ട് അറേഞ്ച് ചെയ്തുകൂടായിരുന്നു. ഇല്ല, അത് വായിച്ചാ പോരെ. അമ്പു ആദ്യം ഞാൻ കേട്ട് ചുമ്മാ കേട്ടോ. അമ്പൂര് ഏതാ നോക്കട്ടെ. നീ അച്ഛനും അമ്മയ്ക്ക് ഇത് വാങ്ങിച്ചു തരണം. യെല്ലോ. ഇത് നിക്കൂലേ? യെല്ലോ. ഇഷ്ടപ്പെട്ടില്ല. ഇനി ഞാൻ സ്പിൻ ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇതിൽ ഏത് കളറാണ് ഞാൻ മൃദുലയ്ക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത്? 10 ഐറ്റം. എനിക്ക് ബ്ലാക്ക് കിട്ടി, അത്ര സന്തോഷം. അതാകുമ്പോൾ പെട്ടെന്ന് വാങ്ങാമല്ലോ. ഓക്കെ, റെഡി? അമ്പു ഇത് ഞെക്കുമ്പോൾ അടങ്ങിയിരിക്കും. ഏതായിരിക്കും? ബ്ലാക്ക്, 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 ബ്ലാക്ക്. No, you white. Yes. വൈറ്റ് ഭയങ്കര ടഫാട്ടോ മൃദുലേ. പറഞ്ഞിട്ട് കാര്യമില്ല, വൈറ്റ് ഭയങ്കര ടഫാണ് ഗൈസ്. ഇനി എന്റെ നമ്പൂട്ട ഞെക്കിക്കോ. ഞെക്കിപ്പോ മൃദുലേക്ക് വൈറ്റ് പറഞ്ഞു. അങ്ങനെ നമ്മള് ഒന്നുകൂടി കറക്കി. വൈറ്റ് ഭയങ്കര പാടാട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല. എനക്ക് ബ്ലൂ 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 ബ്ലൂ. 10,000 നമ്മൾ വാങ്ങാനായിട്ട് മാക്സിമം ശ്രമിക്കും. ഇല്ലേ വെറുതെ 2 പേർക്ക് കിട്ടിയിരിക്കുന്ന 2 വൈറ്റ്. ഒരു ഡൗട്ടേ, ഇപ്പൊ വൈറ്റ് നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എനിക്ക് ബ്ലൂ ആവുമ്പോ ലൈറ്റ് ബ്ലൂ ആണോ ബ്ലൂ? അത് കുഴപ്പമില്ല. ബ്ലൂ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. ബ്ലൂ വരുന്നുണ്ട്. ഏതായാലും ബ്ലൂ മതി. നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. കാരണം ബ്ലൂ ഐറ്റംസ് ഒക്കെ തപ്പി പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് 1 ടാസ്ക് ആണ്. സോ വൈറ്റ്, ബ്ലൂ നമുക്ക് നോക്കാം ഗൈസ് എത്രത്തോളം നമ്മൾ വാങ്ങുമെന്ന്. അപ്പൊ ലെറ്റ്സ് ഗോ, പോവാം. ഓക്കേ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇങ്ങനൊക്കെ ഇരിക്കുക. ലെറ്റ്സ് ഗോ. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ട്രാവൻകൂർ മാളിലേക്ക് വന്നിരിക്കുകയാണ്. അമ്പൂട്ടൻ നല്ല ഉറക്കമാണ്. സോ നമ്മുടെ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ എനിക്ക് വൈറ്റ്, ബ്ലൂ 10 സാധനങ്ങൾ നമുക്ക് തേടി കണ്ടുപിടിക്കണം കേട്ടോ. നമ്മളെ സാധാരണ എപ്പോഴും ലുലു എന്നല്ലേ ഷോപ്പ് ചെയ്യുന്നേ. ഇന്നൊരു വെറൈറ്റി പിടിച്ചത് നമ്മൾ നേരെ മാൾ ഓഫ് ട്രാവൻകൂറിൽ വന്നിരിക്കുന്നത് ഗൈസ്. ഏതിന് ബ്ലാക്ക് വല്ലതും മതിയായിരുന്നു. വൈറ്റ് വെച്ച് അങ്ങനെ ഡ്രസ്സൊക്കെ കിട്ടും, പെട്ടെന്ന് നോക്കാം. ബ്ലൂ വെച്ച് ഫുഡ് ഐറ്റം പോലും ഇല്ല. തപ്പാണോ ഇനി? 10 ഐറ്റംസ് നമുക്ക് വാങ്ങണം ഗൈസ്. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ദൈവത്തിനറിയാം 10 എണ്ണം. തുടങ്ങാം. ആരംഭിക്കലാമാ? ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. പോവാം. അമ്പൂട്ട് നല്ല ഉറക്കമുണ്ട്. അതുകൊണ്ട് നിനക്കാണ്ട് ഷോപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ. അമ്പൂട്ട് ഉറക്കമായോണ്ട് അവ ഉണരുമ്പോ പാടുവിടും. ഇപ്പൊ കുഴപ്പമില്ല, ഞങ്ങൾ നല്ല ഉറക്കം. നമ്മളിത് എവിടാ? നമ്മള് ആദ്യത്തെ ഐറ്റം വാങ്ങിച്ചിരിക്കുകയാണ്. ഇനിയും ഉണ്ട് 9 ഐറ്റം. നമുക്ക് ഗേൾസിനാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവർക്ക് ഞാനിപ്പോൾ എന്ത് വാങ്ങാനാ? ഇപ്പം അതും സ്കിൻ കെയർ ആണെങ്കിൽ ഒരൊറ്റ പ്രൊഡക്റ്റ് അങ്ങനെ വാങ്ങാനും പറ്റുള്ളൂ. നോ ഐഡിയ. പക്ഷെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബ്ലൂ എനിക്ക് ഏത് കളർ വേണമെങ്കിലും ആവാമല്ലോ. രാമചന്ദ്ര ക്ലാസിക് ഡ്രസ്സിന്റെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കയറിയിട്ട് ഡ്രസ്സ് വല്ലതും ഉണ്ടോ നോക്കാം. അയ്യോ, താങ്ക് യു കേട്ടോ. ബ്ലൂ
ഇതെന്താ നോക്കാം, ഞാൻ ഒന്ന് നോക്കട്ടെ ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് ഞാൻ പർച്ചേസ് ചെയ്യും കേട്ടോ. പക്ഷെ കൊള്ളാം സംഭവം, കുറേ വെറൈറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷൻ വന്നിരിക്കുകയാണ്. വൈറ്റ് വെച്ച് ഈ ടോപ്പ് കൊള്ളാം അല്ലേ, ഇത് സെറ്റ് ടോപ്പില്ലേ ഗൈസ്. വേറെ ഇവിടെ നോക്കാമേ. വൈറ്റ് 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 ഇവിടെ ലുലു കണക്കല്ലോ, കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു എക്സ്പെൻസ് കുറവാണ്. നമ്മളെ ലുലു മാളിലൊക്കെ ടോപ്പ് വാങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം 1000 എന്തായാലും 1000+ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ 500-നൊക്കെ അത്യാവശ്യം നല്ല ടോപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് മൃദുലയ്ക്ക് ഷൂസ് ഇല്ലായിരുന്നു ഡാൻസ് കളിക്കാൻ വേണ്ടി നല്ലൊരു, പക്ഷേ ഇതെല്ലാം 1000+ ആണ് ഗൈസ്. 1000-ന് താഴെയൊന്നും നല്ല ഷൂസ് കിട്ടില്ല. പക്ഷേ നമ്മൾ അങ്ങനത്തെ റൂള് വെച്ചുകൊണ്ട് ചെരുപ്പ് നോക്കാൻ പറ്റത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ചെരുപ്പൊക്കെ നോക്കാം. ഇത് കൊള്ളാമല്ലേ, അടിപൊളിയില്ലേ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ വൈറ്റ് അല്ല, വൈറ്റ് ഉണ്ട് വേണ്ട, മേളിൽ വൈറ്റ് ഉണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ എൻ്റെ റേറ്റ് എന്തായാലും 1000-ന് മേളിലാവും. ഷിറ്റ്. ഇത് കൊള്ളാമല്ലേ. മൃദുലയ്ക്ക് ഇത് കറക്റ്റാവില്ല. പിള്ളേർക്കൊക്കെ നല്ല അടിപൊളി ഷൂസ് കേട്ടോ. മൃദുലയ്ക്ക് ശിവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നെങ്കിലേ, വൈറ്റും കൂടി മിക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് വാങ്ങാമായിരുന്നു. ആദ്യ യോഗിയുടെയൊക്കെ അടിപൊളി കളക്ഷൻസ് കേട്ടോ. പക്ഷേ എൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ചോളോ ഇത് വാങ്ങിച്ചാൽ കൊള്ളായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ വൈറ്റ് ഇല്ല. നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, സ്റ്റിൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അമ്പൂട്ടാ, നീ ഇങ്ങനെ പുച്ചെടുത്ത് കാണിച്ചാൽ ഞാൻ എങ്ങനെ ചോപ്പ് ചെയ്യും? ഞാൻ എങ്ങനെ ചോപ്പ് ചെയ്യും? ഗൈസ്, ഞാനൊരു കടയിൽ കയറി 8 ഐറ്റം ഒന്നിച്ചങ്ങ് വാങ്ങി. ഇനി എനിക്ക് 2 ഐറ്റം മതി. അത് ഒരെണ്ണം ഫുഡ് പ്രോഡക്റ്റ് ആയിരിക്കണം, പിന്നെ ഒരെണ്ണം സ്കിൻ കെയർ ഐറ്റം ആയിരിക്കണം. ബാക്കി ഞാൻ എന്തൊക്കെയോ ചെറുപറ കണ്ട ബ്ലൂ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. കാറ്റഗറീസിൽ ഏതൊക്കെ വരുമോയെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഓരോ പ്രൊഡക്ട്സ് 1000-ൽ താഴെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി 2 പ്രൊഡക്ട്സ് കൂടെ ഉള്ളേ, 8 ഐറ്റം ചെറുപറ പറക്കെടുക്കും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 3-4 പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കിടക്കുമല്ലേ, ഇങ്ങനെ 10 മാങ്ങണ്ടേ. നോക്കിക്കൊണ്ടിരിക്കുക. നല്ല വെള്ളം മെത്തയുണ്ട്. ഇവിടെ ഷോപ്പ് കുറവാണ് നമ്മളെ മാളിൽ, അത്ര ഇല്ല കേട്ടോ. കുറേ ഷോപ്പ് ഇങ്ങനെ ഓപ്പൺ അല്ലാണ്ട് കിടക്കുക. പിന്നെ കുറേ അടുത്ത് ചെരുപ്പ് കട തന്നെ, ചെരുപ്പ് കട ഒരു 3-4 ചെരുപ്പ് കടയെങ്കിലും ഞാൻ കണ്ടിപ്പോൾ. നമ്മൾ ഇവിടെ നിന്ന് ഒരു ഐറ്റം കൂടി വാങ്ങിച്ചു കേട്ടോ. എന്താണെന്ന് നമുക്ക് അപ്പോൾ കാണാം. എന്തുമാത്രം ഓപ്ഷൻ നോക്കിയാൽ മീനിൻ്റെ പെൻ വരെ ഇരിക്കുന്നു ഗൈസ്. എനിക്കൊരു ഡൗട്ട്, ഞാൻ എടുത്തത് ഒരേ കാറ്റഗറീസിൽ വരുന്ന 1-2 പ്രോഡക്ട്സ് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ 1-2 പ്രോഡക്ട്സ് കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ, അഡീഷണൽ. അഥവാ അത് അപ്രൂവൽ തന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേതിൽ പിടിച്ചു നിൽക്കണ്ടേ. സോ അങ്ങനെ എടുത്തേ രക്ഷയുള്ളൂ. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഷോപ്പിംഗ്. ഒന്നാമത്തെ കാര്യം എവിടെയാണെന്ന് അറിയാൻ വയ്യ. ഞാൻ ഒരിടത്ത് തന്നെ കുറേ നേരം നിന്ന് കറങ്ങുന്നു. പോയി നമുക്ക് അങ്ങോട്ടൊക്കെ പോയി വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. അമ്പൂട്ടൻ്റെ ഇവിടെ ഒരാൾ ഡയറി മിൽക്ക് ഒക്കെ കൊടുത്ത് അമ്മ കിട്ടിയില്ല, ചോദിച്ചു വാങ്ങിച്ചില്ല നീ. ക്രോക്സ് ഉണ്ട് ഗൈസ്, ഇവിടെ വൈറ്റ് കളറൊക്കെ ഉണ്ടല്ലോ. പക്ഷേ 1000-ന് താഴെ കിട്ടുമോ? കയറി നോക്കാം. ഞാൻ ഇതിൻ്റെ കയറിയിട്ടില്ല ക്രോക്സിൻ്റെ ഷോറൂമിൽ. കയറി നോക്കാം ഗൈസ്. ക്രോക്സിൽ വെക്കുന്ന മറ്റേതുണ്ടല്ലോ, മറ്റേ ഓരോരോ ലൈക്ക് ടോയ് പോലത്തെ മറ്റേ ഹോളടയ്ക്കുന്ന സാധനം. പക്ഷെ എൻ്റെ പൊന്ന് ഗൈസ്, ഞാനൊരു ഫോട്ടോ ഇവിടെ കൊടുക്കാം കേട്ടോ. ഒരു ഹീറോ ഉള്ളൊരു സാധനം, അതിന് 8000 രൂപ, വേറൊരെണ്ണത്തിന് 7000 രൂപ. അവിടെ സ്റ്റാർട്ടിങ് 3000+. അയ്യോ കിളി പോയേ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ക്രോക്സിൽ പോകുന്നത്. ഞാൻ 1000 രൂപയ്ക്ക് താഴെ ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ മണ്ടത്തരമാണെന്ന് എനിക്ക് മനസ്സിലായി. സോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ക്രോക്സിൽ കയറുന്നത്. ഞാൻ വിചാരിച്ചു 1500-നൊക്കെ മേ ബി കാണുമായിരിക്കും. ഇല്ല ഗൈസ്, എല്ലാം 3000 ആണ്. പക്ഷെ ഇനി എന്ത് വാങ്ങാനാണ് നമുക്ക്? ഇവിടെ അധികം ഷോപ്പും ഇല്ല. നമുക്ക് അതിന് വേറെ മാളിലോട്ടെല്ലാം പോണ്ടി വരും. ഇനി ഫുഡ് കോർട്ടിലോട്ട് പോയി ഫുഡ് വാങ്ങാമല്ലോ. നമുക്ക് എല്ലാത്തിൽ നിന്നും ഓരോ ഐറ്റം വെച്ച് വാങ്ങാമല്ലോ. നമുക്ക് അടുത്ത് നോക്കാൻ. അടുത്തത് ഞാൻ നേരെ സ്റ്റുഡിയോയിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഡ്രസ്സ് ഐറ്റം നമുക്ക് ഞാൻ ഒന്നും വാങ്ങിയില്ല, എന്തെങ്കിലും ഒരെണ്ണം എടുക്കണം. അമ്പോ ഡയറി മിൽക്ക് അച്ഛനും കൊടുക്കാൻ തരുമോ? പക്ഷെ അത് പർപ്പിൾ കളറോ? തരുമോ? തരുമോടാ നീ? ഇവിടെ ബ്ലൂ തന്നെ വേണമല്ലേ? ബ്ലൂവിൻ്റെ അകത്ത് വൈറ്റോ ബ്ലാക്കോ വന്ന പ്രശ്നമുണ്ടോ? മെയിൻ ബ്ലൂ ആയാൽ പോരെ, അല്ലെങ്കിൽ പിന്നെ ബ്ലൂ ജീൻസ് എല്ലാം എടുക്കേണ്ടി വരും. നിനക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? എനിക്ക് വൈറ്റും ബ്ലാക്കും ഒക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഞാൻ ബ്ലൂ തപ്പിട്ട് തരാം ഗൈസ്. ഓ ഗൈസ്, മാള് മൊത്തം ഞാൻ നടന്നു കേട്ടാ. വൺ ടാസ്ക് എന്ന് പറഞ്ഞാൽ 1000 രൂപ എന്നുള്ളൊരു ബഡ്ജറ്റിന് താഴെ കിട്ടുന്ന കാര്യം വൻ പാടാണ്. നമ്മളൊരു നിസ്സാര ബാഗ് എടുത്ത് തന്നെ 1200 ജസ്റ്റ് പോവാണ്. ഞാൻ ലാസ്റ്റ് വില പേശിട്ട് പോലും എനിക്ക് കിട്ടിയില്ല ഇതൊന്നും. നമുക്കിനി മാക്സിൽ കൂടി ഒന്ന് കയറി നോക്കാം ഗൈസ്, എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതാണ് ടാസ്ക് കേട്ടോ. 1000-ന് താഴെ കിട്ടുക എന്ന് പറയുന്നത് അത് ഇമ്പോസിബിൾ ആണ് ഗൈസ്. അല്ല, അത് വെറും അത്രയും ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഡ്രസ്സ് നമ്മൾ ആകെ ഒരെണ്ണം എടുത്ത്, പിന്നെ ഡ്രസ്സ് ഇനി നമുക്ക് എടുത്തുകൂടാ. ഒരെണ്ണം എടുത്ത പ്രോഡക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അത് പിന്നെ എടുത്തുകൂടാം. സോ നമുക്ക് അല്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നോക്കണം. അതാണ് ടാസ്ക്. എനിക്കാണ്ട് ഈ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ 1200 ആവും.
ഇല്ലെങ്കിൽ എടുക്കുക നല്ല ബാഗായിരുന്നു കേട്ടോ. പക്ഷെ ഇത് കൊള്ളാം, പക്ഷെ ഇതൊക്കെ യൂസ് വരത്തില്ല. ഇത് നമ്മൾ തോളിടുന്ന ടൈപ്പാണ്, പക്ഷേ ഇതത്ര രസമില്ല. വൈറ്റ് ഉള്ള എല്ലാ ബാഗും അത്യാവശ്യം നല്ല റേറ്റ് ആവുന്ന ബാഗുകളാണ് ഗൈസ്. അപ്പം നമ്മൾ സക്സസ്ഫുള്ളി ഷോപ്പിംഗ് ഒക്കെ ആയിട്ടുണ്ട്. സാധനമൊക്കെ എന്തെന്ന് വഴിയെ കാണിച്ചു. അപ്പോൾ ഇനി ഒരു ഫുഡ് ഐറ്റം, ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം കൂടെ എടുത്താൽ കംപ്ലീറ്റ് ആയി. ഞാൻ വിചാരിച്ചു കേട്ടോ ടഫായിരിക്കും എന്ന്, പക്ഷേ അത്ര ടഫായിരുന്നില്ല. കാരണം ബ്ലൂ തന്നെ പല ഷെയ്ഡ്സ് ഉണ്ടല്ലോ. അതുമല്ല എനിക്ക് ഒരു കടയിൽ കയറി കുറേ ഐറ്റം കിട്ടി. കാണുന്ന എല്ലാം വെറൈറ്റി ഐറ്റം. അതുകൊണ്ട് ഇതൊക്കെ കൊള്ളാം. വേണമെങ്കിൽ 10-15 ആണെങ്കിലും എൻ്റെ കയ്യിൽ ഐറ്റം ഉണ്ട്. ഇനി എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റവും കൂടി എടുക്കാം. ബ്ലൂ വൈറ്റ് വെച്ച് ഫുഡ് ഐറ്റം എന്തെങ്കിലും വാങ്ങാം. ഇവിടെ കോട്ടൺ ക്യാൻഡി ഉണ്ട്. വേറെ എന്തെങ്കിലും വാങ്ങാൻ പറ്റും നോക്കാം. ഒരു ഐറ്റം ഫുഡിൽ വാങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ. പോപ്കോൺ ഉണ്ട്. വൈറ്റ് വെച്ച് എനിക്ക് സിമ്പിളാണ്. ഐ തിങ്ക് അവക്കായിരിക്കും ടഫ്. ബ്ലൂ വെച്ചിട്ട് ഫുഡ് ഐറ്റംസ് കുറവല്ലേ, വൈറ്റ് വെച്ചിട്ട് അത്യാവശ്യം ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ. നമുക്ക് നോക്കാം, വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് പോകാം. ഞാൻ കഴിഞ്ഞു. യെസ്, ഐ ആം കംപ്ലീറ്റഡ്. നമ്മളെവിടെ നിന്നില്ലേ, ആദ്യം നിന്നില്ലേ, ഞാൻ അവിടെ തന്നെ നിൽക്കുക. നിക്ക് എന്നെ കാണാമോ? ഞാനിവിടെ നിപ്പോണ്ട്, എന്നെ നോക്കുവോ? അറ്റത്ത് നിങ്ങൾ നടുക്കോട്ട് വാ, അപ്പം എന്നെ കാണാം. കണ്ടോ എൻ്റെ അച്ഛൻ എവിടെടാ? ദോ നിൽക്കുന്ന എൻ്റെ ഭർത്താവ്. ദോ നിക്കുന്ന കണ്ടോ അമ്മേ മോൻ കൂടി. എൻ്റെ 2 കവറുണ്ട് കേട്ടോ. അന്നത്തെ പോലെ എനിക്ക് തോന്നുന്നു എവിടെ കർച്ചീഫും ഇതൊക്കെ തോന്നുന്നു വാങ്ങിച്ചിരിക്കുന്നത്. ഓ, ആ കവറിലായിട്ട് കാണൂല. അമ്മൂടെ കരയുന്നു, എന്നെ കണ്ടടിയോ അവിടെ നിന്ന്. ആ ദൂരത്തിൽ കണ്ടിട്ട് മനസ്സിലായേട്ടാ. അതാരാ മനസ്സിലായടാ? എനിക്കറിയുന്ന ദൂരെ എന്നിട്ട് മനസ്സിലായെന്നുള്ളതാ. ഇറങ്ങി വാ ഇങ്ങോട്ട്. കഴിഞ്ഞില്ലേ? ബാ കേറി വാ. ഓ, ഞാൻ അങ്ങോട്ട് വരാം. അതിന് മുന്നേ ഇത് എന്തെങ്കിലും ഒന്ന് വെച്ച് പൊതിയണം. അച്ഛനടുത്ത് വാ. അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് ചലഞ്ച് ഇന്നാണ് കേട്ടോ. ഇല്ലേ വെറുതെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത്. ഭയങ്കര രസം. നമ്മള് കടയിൽ നിന്ന് വാങ്ങിച്ചാലും എനിക്ക് അവൾ എന്തായിരിക്കും വാങ്ങുന്നത്, എന്തായിരിക്കും ഞാൻ അവൾ ഇതിന് പകരമായിട്ട് ഫോൺ എടുക്കാനാ മാറ്റി വെച്ച പ്രശ്നമില്ലല്ലോ. ഇനി നീ എന്തോ എടുക്കും? ഇത് കാണാനാണോ അവിടെ വന്നിരിക്കുന്നത് എല്ലാരും? ഏട്ടന്റെ അടുത്ത് ഇരിക്കാനോ? ഇപ്പഴേ പുറത്തു പോയ ഏട്ടൻ എടുത്താ മതി. എവള് മറ്റേ വലിയ അടുത്ത് ഞാൻ വയറ്റിലൊക്കെ കിട്ടും, പക്ഷെ ഞാൻ ഫ്രീ ആയിട്ട് അടക്കും. അപ്പൊ ഗൈസ്, അപ്പോ എന്തൊക്കെയാണ് കളർ? വെള്ള ഐറ്റം, നമ്മുടെ ബ്ലൂ എങ്ങനെ ടഫ് ആയിരുന്നു എടുക്കാനായിട്ട്? ആദ്യം ഞാൻ ടഫാന്ന് കരുതിയേ, പക്ഷെ ടഫ് അല്ലായിരുന്നു. കാരണം ബ്ലൂവിൽ പല ഷെയ്ഡ് ഉണ്ടല്ലോ. ഡാർക്ക് ബ്ലൂ ഉണ്ട്, ലൈറ്റ് ബ്ലൂ ഉണ്ട്, നേവി ബ്ലൂ ഉണ്ട്. അപ്പൊ പിന്നെ എനിക്ക് പ്രശ്നമില്ല, ഏതാ കാണുന്നെല്ലാം ബ്ലൂ ആയിരുന്നു. പിന്നെ എനിക്ക് അധികത്തെ സാധനങ്ങൾ കിട്ടി. എടാ ഗൈസ്, ഞാൻ 10 എടുത്തോ, ഞാൻ അങ്ങ് എണ്ണിയൊന്നും ഇല്ല. എനിക്കൊന്ന് 10 കൂടുതൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ തോന്നുന്നു കേട്ടോ. 10 കൂടുതൽ ഞാനും വാങ്ങി. എന്താണെന്നറിയോ, അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത അപ്പൊ തുടങ്ങാം. മനസ്സിലായോ? ഞാനോ വലിയ കളിയില്ല. നീ ഇവിടെ എന്തോ പറയുന്നേ? മനസ്സിലായി. അതായത് നമ്മള് പിന്നെ കൂടുതൽ എടുത്തത് വേറെ ഒന്നുമല്ല, ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ടാ. ഇൻ കേസ് അത് റിജക്ട് ആയി കഴിഞ്ഞാൽ അല്ലേ അത് ആഡ് ചെയ്യാം. അതല്ലേ പറഞ്ഞത്? അതിലും റിജക്ട് ആയി പൊക്കോണ്ടിരുന്ന ഇപ്പം 8 എണ്ണം അപ്രൂവ് ആയെങ്കിൽ ഏട്ടൻ 10 എണ്ണം അപ്രൂവ് ആയെങ്കിൽ ഏട്ടൻ ജയിച്ചു, ഞാൻ തോറ്റു. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് ചലഞ്ചിലോട്ട് പോവാം. നമ്മൾ ഓരോ ഐറ്റം ആയിട്ട് പറയാം. അന്നത്തെ പോലെ ഒരു കളർ അല്ലല്ലോ, അപ്പൊ ഇങ്ങനെ എടുത്താൽ മതി. കവറിൽ നിന്ന് ഓരോന്ന് എടുത്താൽ മതി. അപ്പൊ ഞാൻ എന്റെ കവറൊക്കെ എടുത്തോണ്ട് വരട്ടെ കുട്ടി. പിടിച്ചോ. ഒരുപാടൊക്കെ ഉണ്ടല്ലേ? എനിക്ക് 3 കവർ ഉണ്ട് കേട്ടോ. എനിക്ക് 3 കവർ. എനിക്ക് ഒറ്റ കവറേ ഉള്ളൂ. ഞാൻ നോക്കുന്നില്ലെങ്കിൽ ഓക്കെ അല്ലേ? ഫസ്റ്റ് ഐറ്റം നീ എടുത്തോ. ഫസ്റ്റ് ഐറ്റം ആയിട്ട് എടുത്തോ. അല്ല, നീ തുടങ്ങിക്കോ, അതാണ് നല്ലത്. ലേഡീസ് ഫസ്റ്റ്. എന്റെ ഐറ്റം ഏതൊക്കെയാ നമ്പൂട്ടിനും അറിയാം. അതുകൊണ്ട് അവനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് അവന്റെ അടുത്ത് ചോദിക്കും. ഫസ്റ്റ് ഐറ്റം ലേസ്. അപ്പൊ ഫുഡ് ഐറ്റം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 10 രൂപയ്ക്ക് പരിപാടി അങ്ങ് തീർത്തില്ലേ? 20 നീ വെറും എച്ചിയാന്ന് എനിക്കറിയാം കേട്ടോ. വെറും എച്ചി. എടാ, ഫുഡ് ഐറ്റത്തിൽ ഞാൻ പോയപ്പോ ആദ്യം ലേസ് കണ്ടു, ഞാൻ അതങ്ങ് ഫുഡിൽ വേറെ എന്തോരം ബ്ലൂ ഐറ്റം ഉണ്ട്. ബ്ലൂവിന്റെ വേണമെങ്കിൽ നമുക്ക് വേറെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രിങ്ക് ഒക്കെ എടുത്തു. ബൗണ്ടി, പിന്നെ വേറെ കുറെ ബിസ്ക്കറ്റ് ഐറ്റംസ് ഒക്കെ കണ്ടു. പിന്നെ ലേസ് മതി. നീ ലേസ് തിന്നാ. അത് എനിക്ക് ലേസ് ഇഷ്ടമല്ല, പക്ഷെ അവൾ എനിക്ക് ഇഷ്ടമല്ലാത്തത് തന്നെ അവൾ എടുത്ത്. എനിക്ക് ഇഷ്ടമുള്ളത് എടുത്തില്ല. ബ്ലൂ ലേസ് ഇഷ്ടമല്ല. എനിക്ക് ലേസ് ഇഷ്ടമാണോ? നിനക്ക് പച്ച ലേസ് ഇഷ്ടമല്ലേ? അപ്പൊ പിന്നെ നീല ലേസ് കഴിച്ചാ? എനിക്കറിയാം എവിടെ വെറും എച്ചിയാണെന്ന്. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി എന്ത് വേണമെങ്കിൽ വാങ്ങിച്ചതറിയാവോ? വെള്ളത്തോർത്ത്
കുളിക്കാം, തോർത്താം, വേണമെങ്കിൽ വിരിച്ചിട്ടിട്ട് തണ്ട, എന്താ വേണേലും ചെയ്യാം. നല്ല തോർത്ത്. ബ്ലൂ കളർ. ആ പിന്നെ ഒരു ബ്ലൂ ഇല്ല, ഇത് പ്യുവർ വൈറ്റ് തന്നെ. വൈറ്റ് ഏട്ടന്റെ വില 35 രൂപ. 35 രൂപ തോർത്ത് ലാഭം അല്ലേ? ട്രിപ്പൊക്കെ പോകുമ്പോ ഉപയോഗിക്കാം. ഇതേത് കാറ്റഗറിയിൽ വരും? ഇത് ഇതിന്റെ ഡ്രസ്സിന്റെ കാറ്റഗറി കാറ്റഗറി വരുമല്ലേ? ഡ്രസ്സിന്റെ അല്ല, ഇത് ക്ലോത്ത് അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ വട്ടം ഞാൻ ടവൽ അവൾ എനിക്ക് തന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? നീ പകപോക്കാണല്ലേടാ. അപ്പൊ ഞാൻ എന്ത് സന്തോഷത്തോടെ സ്വീകരിച്ചത്. ഇപ്പം കണ്ടോ, ഞാൻ അതിലും വില കൂടിയ തോർത്ത് കൊടുത്തപ്പോ അവക്ക് പുണ്യം. ഞാൻ പുച്ഛം ഒന്നും ഇട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോർത്ത് വേണമായിരുന്നു. താങ്ക് യു. ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ചോ. ആദ്യം വന്ന റിയാക്ഷൻ ആണ് ജെന്യൂൻ റിയാക്ഷൻ. അപ്പൊ പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്തു. എന്തുവാ? വാ വാ ഏട്. അടുത്തത്. ഓ ഡേ, താങ്ക് യു. സത്യമാണ്, നമ്മൾ ഷൂട്ടിനൊക്കെ പോകുമ്പോഴേ ഫേസ് വാഷോ അല്ലെങ്കിൽ നമുക്ക് ക്യാമറയുടെ ലെൻസ് ഇടാൻ പറ്റില്ലെങ്കിലും വേറെ ഒന്നും വേണ്ട. ഏട്ടന് താക്കോല്, ഫോണ്, പേഴ്സ്, മൈക്ക് ഇല്ലേ വേണമായിരുന്നല്ലോ. കഴിഞ്ഞ വട്ടം ഞാൻ ഒരുപാട് ഉമ്മ കൊടുത്തു ഇങ്ങനെ പരാതി പറഞ്ഞു. ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റ ഉമ്മയായിട്ട് ലാസ്റ്റ് ഒരു ഉമ്മയുള്ളൂ. അല്ല സീരിയസ്ലി ആവശ്യമായിരുന്നു. വെറുത്ത് സാധനം, വെറുത്ത്. നമ്മൾ വില പറഞ്ഞില്ല. തോർത്തിന് 35 പറഞ്ഞു, അതിന് 20 പറഞ്ഞു. ഇതിന് എത്ര നോക്കി? 1000 മേളിൽ പോയ ഔട്ടാണ്. ഇത് 400. നല്ല സാധനം. ഫ്രണ്ടിൽ ഒരു ഉറയുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിലേ എനിക്ക് അത്യാവശ്യമായിട്ടൊരു സാധനം കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇടാം അല്ലേ? അല്ല, ഓ അങ്ങനെ ഇടാല്ലേ? ഞാൻ അത് അറിയത്തില്ലല്ലേ? ഇടുന്ന ഒരു ഓപ്ഷൻ അല്ലേ? എനിക്ക് ഇങ്ങനെ ഇട്ടാ മതി. ആയിക്കോട്ടെ. സാധാരണ എല്ലാരും ഫ്രണ്ടിൽ ക്രോസ് ചെയ്ത് നടുക്ക് ഇവിടെ അങ്ങനെ ഇടാം. ഇത് നമുക്ക് മൂവിക്കൊക്കെ പോകുമ്പോഴേ അത്യാവശ്യം. രണ്ട് പല്ല് വന്നതിന്റെ അഹങ്കാരം. എടി നിന്നെ അവൻ നോവിക്കാതെ എന്നെ നോവിച്ചു. ഇത് കണ്ടോ, പാടായി. എന്നെ നോവിച്ച കായ്സ് കടിച്ചത്. ഇഷ്ടപ്പെട്ടില്ലെന്നോ എനിക്ക് തരുന്ന ഗിഫ്റ്റ്? ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും എന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ലാസ്റ്റ് മതി, ഇല്ലെങ്കിൽ അവര് കമന്റ് തോർത്ത് ഫീൽ ആയില്ലേ? ഇതിലും ഞാൻ സൂപ്പർ ആയിട്ടുള്ള കുഴപ്പമില്ല, പ്രശ്നമില്ല. ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ടി കരയണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടിഷ്യൂ അല്ലേ എനിക്ക് അത്യാവശ്യം. ലിപ്സ്റ്റിക്കേ അമ്പൂട്ടൻ ഇങ്ങനെ മുഖത്ത് മൊത്തം ആക്കുമ്പോ എനിക്ക് തുടയ്ക്കാൻ ഒരു ടിഷ്യൂ എപ്പോഴും പേഴ്സിൽ. ഇത് 10 രൂപ കേട്ടോ. കൊള്ളാം, നല്ല ടിഷ്യൂ. വീട്ടില് ടിഷ്യൂേ ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് പേഴ്സ് വെച്ചൂടെ? വെള്ളയാണ് അല്ലേ? വിഷമമുണ്ടോ? 10 നമ്മള് വിലയിലല്ലോ കാര്യം. 10 ഷീറ്റ് ഉണ്ട് കേട്ടാ, 10 ഷീറ്റ് ഉണ്ട്. താങ്ക് യു. അടുത്ത ഐറ്റം പോരട്ടെ. ഞാൻ ഒരു ഓർഡറിനൊന്നും അല്ല എടുക്കുന്നത്, ചുമ്മാ എടുക്കും കേട്ടോ. ഇത് അപ്രൂവ്ഡ് അല്ലേ? ഇതൊക്കെ ഇത് ഞാൻ എന്തിനു വാങ്ങിയതാ? അടിയിൽ വെള്ള ടീഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ തുറന്നിടാൻ വേണ്ടി. അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇത് നീ പറഞ്ഞ കണക്ക് തുറന്നിടാൻ അങ്ങനെ ഇടാൻ വേണ്ടി വാങ്ങിയതാ. മെറ്റീരിയലും കണ്ടില്ലേ? ഇതുപോലെ ലിപ്സ്റ്റിക് ആകുമ്പോൾ നമുക്ക് ആ ടിഷ്യൂ വെച്ച് തുടയ്ക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ വട്ടം നമ്മളൊരു റൂൾ ഉണ്ടായിരുന്നല്ലോ, അണ്ടർ 1000 ആണെന്ന്. 1000 താഴെ വാങ്ങാൻ പറ്റും. അപ്പം അതൊരു നല്ല റൂളായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് ടഫ് ഉണ്ടായിരുന്നു എടുക്കാൻ. കാരണം മാളിലെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാം, ഭയങ്കര ടഫാ. 10, 35. പിന്നെ വിഷമമുണ്ട് കേട്ടോ. ഇതുവരെ നല്ലതൊന്നും അങ്ങോട്ട് കിട്ടിയിട്ടില്ല പുള്ളിക്കാരിക്ക്. ഫ്ലാഷ് ബാക്ക്. ഒരുപാട് വിലയില ഒന്നും വേണ്ട. ഒരു പ്രൊഡക്റ്റ് 1000 മേളിൽ പോകാൻ പാടില്ല. എന്റെ ഐഡിയ പോയി അങ്ങനെ. ഇനി ഒരു ബ്രഷും സോപ്പും ആയ ആറ്റി പോയി കുളിക്കാം. വില പറ. 600 രൂപ. ഞാൻ അതിന് വേണ്ടി വാങ്ങി. ഇങ്ങനെ തുറന്നിടണം. അകത്ത് ടീഷർട്ട് ഇട്ടിട്ട് തുറന്നിടണം. അടിപൊളി സാധനം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തത് ഞാനല്ലേ? 3 ആയില്ലേ? എനിക്ക് 2 ആയുള്ളൂ. അത് പൊളി സാധനം കേട്ടോ. എന്റെ സെലക്ഷൻ അടിപൊളി. ഇഷ്ടപ്പെട്ടോ? 600 കറക്റ്റ്. അതിനും ഇതിനും ഒരേ പ്രൈസ് അല്ല, അത് 490 പോലെ അല്ല, 590. എങ്ങനെയുണ്ട്? അടിപൊളി. ഇതേത് സൈസ്? എക്സൽ ആണ് സൈസ്. കുറച്ച് ലൂസ് ആയിട്ട് കിടക്കട്ടെ. അല്ല, ഇങ്ങനത്തെ കുറച്ച് ഓവർ സൈസ് ആയിട്ട് കിടക്കുന്നതല്ലേ നല്ലത്. കാണിച്ചോളൂ, ഇവിടെ വർക്കൊക്കെ ഉണ്ട് ഗൈസ്. ആണ്ടെ ഈ സൈഡിലൊരു ഗ്രീൻ വർക്കൊക്കെ ഉണ്ട്. ജീൻസിന്റെ കൂടെ പെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടു. ഒരു ക്ലോസ് അപ്പ് ഷോട്ട് മൃദുല ചെറുതായിട്ട് ചിരിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനൊന്നുമില്ല.
എന്നാലും ഉണ്ട്. എടാ അവിടെ ഇരിയട ഇറക്കാം. എവിടെ അവന്റെ കഴിഞ്ഞു ഷോ കഴിഞ്ഞു. ഇന്നത്തെ ഷോ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത മൃദുലയല്ലേ? അടുത്ത ഞാൻ. ഓക്കെ, നീ ചന്ദ്രികയുടെ സോപ്പായ ആറ്റിപ്പോയി കുളിക്കല്ലേടി. ഓ എടാ മോനെ, എടാ മോനെ, എടാ മോനെ, എനിക്ക് ഇഷ്ടപ്പെട്ട. എനിക്ക് ഒന്നാമത്തെ ക്യാപ്പ് ഇല്ലായിരുന്നു, വേണമായിരുന്നു. ഈ കളർ ഇഷ്ടപ്പെട്ടോ? ശരിയാ, നീ കേട്ടത് ശരിയാ. സാധനം സെറ്റ് കേട്ടോ, കളർ ഇഷ്ടപ്പെട്ടു. ചോദിച്ചു അമ്പു ഇവിടുന്ന് എന്തോ കാണാൻ കാത്തോണ്ട് ടിവിയിലാണ് നോക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? അവിടെ ഇഷ്ടപ്പെട്ടോ എന്ത് ചോദ്യം ഇടാ. അടിപൊളി അടിപൊളിയല്ലേ ഗൈസ്? നോക്കൂ ക്യാപ്പ്, വില നോക്കിയ അടിപൊളിയാ. നീ നല്ല സെലക്ഷൻ കേട്ടോ. ഗുഡ് ഗേൾ. നീ ഇവിടെ ഇരിക്കണേ. 850 രൂപ? അല്ലല്ലോ, അയ്യോ 850 ഒന്നുമില്ല. ഇത് ലിവി. അയ്യോ ഇത് കണ്ടോ, ഇതാണ് പ്രശ്നം. അപകടം. പിടി പിടി പിടി. ഇരിപ്പിനായിരിക്കും. അവനെ ഇറക്കി വിടും, അവനെ ഇറക്കി വിടും. ഓരോന്നോരോന്നിട്ട് താഴെ വീഴുവോ, ഇറങ്ങി പോകും. എടാ ഇതിന്റെ വില പറഞ്ഞിട്ട് പറഞ്ഞു. അത് എഴുതിയിരിക്കുന്നത് 850 ആണ് കേട്ടോ. അയ്യോ 850 ഇല്ല, ഇതിന് 150 രൂപ കണ്ടേ ഉള്ളൂ. ഇത് 850 ആണ്. 850. ഞാനേ നമ്മൾ ബില്ലെടുത്ത് നോക്കി കേട്ടോ. ഞാൻ ആലോചിച്ചു 850 ഇത് ഇത്തിരി മെറ്റീരിയൽ പറയല്ല, ഞാൻ 150 ലിവിസിന്റെ ആടാ. ലിവിസിന്റെയാ, ചുമ്മാ അല്ല. അപ്പൊ അത്ര ആവുമായിരിക്കും അല്ലേ? ലിവിസിന് തൊപ്പിയുണ്ടോ? 850 ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും 1000 താഴെയാ. ഇത് അപ്രൂവ്ഡ് അല്ലേ? അപ്രൂവ്ഡ്. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാണ്. ഫ്രീ കിട്ടിയതാണ്. അപ്പൊ അടുത്ത പോരട്ടെ. എന്തോ താങ്കൾക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഇത് മറ്റേ സാധനങ്ങൾ മേക്കപ്പ് ഒക്കെ വെക്കുന്നത്. അത് തുറക്ക്, ഇത് സർപ്രൈസ് ഉണ്ട്. അത് ഒരു ബാഗല്ല, ബാഗിനകത്ത് വേറെ ബാഗാ. ഓ 2 എണ്ണം. അപ്പൊ ഇതിനകത്തും എനിക്ക് ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ വെക്കാം. മേക്കപ്പ് സാധനങ്ങൾ എനിക്കൊരു ട്രിപ്പിൽ പോകുമ്പോ നല്ല അടിപൊളിയായിട്ട് എനിക്ക് റോസ് ഓൾറെഡി ഒരെണ്ണം ഉണ്ട്. ഞാൻ കഴിഞ്ഞ ട്രിപ്പിന് പോയപ്പോ അതാ ഞാൻ യൂസ് ചെയ്തത്. അതിൽ കൊള്ളാത്തത് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെനിക്ക് 2 ഇനി വിലയാണ് മോളെ ഇംപ്രസീവ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോരെ, അതിനകത്തില്ല. 380 400 അണ്ടർ 400. പക്ഷെ അതിന് വർത്താണ്, കാരണം നല്ല കട്ടിയുണ്ട് കേട്ടോ. നല്ല കട്ടിയുണ്ട്. അതല്ല, നമുക്ക് സൂക്ഷിക്കാൻ എളുപ്പമാ. 2 എണ്ണം വെക്കാം. ട്രിപ്പിന് പോകുമ്പോ മേ ബി ലിപ്സ്റ്റിക്ക് ഓരോന്ന് മാറി മാറി സ്കിൻ കെയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റി മാറ്റി വെക്കാം. താങ്ക്സും കിസ്സൊന്നും വേണ്ട, സ്നേഹം മാത്രം മതി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അതിൽ മറ്റേ റോസിനെ പോലെയല്ല, ഇത് കുറച്ച് കട്ടി. ഞാൻ ബാഗ് നിങ്ങളെ കാണിച്ചായിരുന്നേ. നല്ല അടിപൊളി ബാഗ് ഉണ്ടായിരുന്നു. പക്ഷെ 1200 ആവുമായിരുന്നു. ഒരു 1500 ബഡ്ജറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ഇതിൽ നമുക്ക് 2000 റൂള് വെച്ചാൽ മതിയായിരുന്നു കേട്ടോ. ഓ നല്ല ബാഗ് കിട്ടിയത്. അല്ല ബാഗ് എനിക്കുണ്ട്, എനിക്ക് ഇതായിരുന്നു അത്യാവശ്യം. ട്രിപ്പൊക്കെ പോകുമ്പോഴേ സെറ്റ് അല്ലേ? അപ്പൊ അടുത്ത പറയട്ടെ. നമ്മൾ എണ്ണുന്നുണ്ടോ? അയ്യോ എണ്ണുന്നുണ്ടോ? ആദ്യം ഞാൻ നിനക്ക് തോർത്ത് തന്നു 1, ഫേസ് ടിഷ്യൂ 2, പിന്നെ ഞാൻ ഡ്രസ് 3, ഇതൊന്ന് 4 ഞാൻ ഇനി തരാൻ പോകുന്ന 5ാമത്തെ. അമ്പു ട്രൈപോഡ് ജസ്റ്റ് എടുത്ത് കക്കൂസ് വെക്കുന്ന ടിഷ്യൂ. നീ മനസ്സിലായില്ലേ എന്തിനാന്ന്? ഇത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ലിന്റ് ഉണ്ടെങ്കിൽ ഇത് വെച്ചൊന്ന് ഉരുട്ടി എടുത്താൽ മതി, ലിന്റ് പോവും. ഇപ്പൊ ഞാൻ കാണിച്ചു, ഈ ഡ്രസ്സിലെ ലിന്റ് ഉണ്ടല്ലോ. ഇതിപ്പോ ഞാൻ പൊട്ടിക്കുവാണേ. പൊട്ടിക്കാലോ? എനിക്ക് മനസ്സിലായി. ഇതിനിപ്പോ ലിന്റ് ഉണ്ട്. വീഡിയോ കാണുന്നുണ്ടോ അറിയത്തില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം എന്റെ ചില ബ്ലാക്ക് പാന്റുകൾ നമുക്ക് അറിയത്തില്ലേ ഗൈസ്. ബ്ലാക്ക് ഷർട്ടുകൾ ബ്ലാക്ക് പാന്റുകൾ ഇടുമ്പോൾ നമ്മൾ വേറെ ഡ്രസ്സിന്റെ ലിന്റ് കയറി പിടിച്ച് ഒരു ഭയങ്കര വൃത്തിയാണ് അടുത്തുനിന്ന് കാണുമ്പോൾ. ഉരുട്ടെ. ഇപ്പൊ ഈ കയ്യിൽ ഇത്രയും ലിന്റ് ഉണ്ടല്ലോ. പറ്റിച്ചോടാ. ഇങ്ങനെയല്ലേ ഉരുട്ടുന്നേ? നല്ല സുഖമുണ്ട്. പക്ഷേ ഇത് മസാജർ വല്ലതും ആണോ? എടാ ചെറുതായിട്ടേ ആയുള്ളൂ കേട്ടോ. പക്ഷെ ഇത് അത്ര നല്ലതല്ല കേട്ടോ. എഫക്റ്റ് ഇല്ല. എടാ അവര് നല്ലേന്ന് പറഞ്ഞടാ. പറ്റിച്ച് കമ്പനി ഇതിനെ പറ്റിച്ച്. അപ്പൊ ഇത് റിജക്റ്റ് ആണോ? റിജക്റ്റ് അല്ല, പ്രോഡക്റ്റ് ആണല്ലോ. അത് നീ അല്ലല്ലോ ഉണ്ടാക്കിയ പ്രോഡക്റ്റ്. ഉണ്ടാക്കിയൊരു കുറ്റമല്ലേ. കറക്റ്റ് ബ്ലൂ എണ്ണയിൽ വാങ്ങിച്ചത്. താണ്ട് ഇതുപോലെ ലിന്റ് ആവും, പക്ഷെ തോനെ ലിന്റ് വേണമായിരിക്കും. ലിന്റ് ആവുന്നുണ്ട് കേട്ടോ. ലിന്റ് ആവുന്നുണ്ട്. ഇനി ഞാൻ ചെയ്തതിന്റെ പശ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. താണ്ട് ഇതുപോലെ ഉരുട്ടുന്നതാ. മനസ്സിലായി. അമ്പു നീ വീഴും. ഇത് എന്തോരു കഷ്ടം എന്ന് പറഞ്ഞ. ഇത് റിജക്ട് ചെയ്താലും പ്രശ്നമില്ല. ഇത് റിജക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. കാരണം അവള് വാങ്ങിച്ചു, അത് വർക്കായില്ലെന്ന് വെച്ചാൽ അവളെ കുറ്റമല്ലല്ലോ. പേര് പറയുന്നത് ലിന്റ് റോളർ.
നമുക്ക് പിന്നെ ട്രൈ ചെയ്ത് നോക്കാം. മേ ബി ഇത് ഇങ്ങനെയാണോ നിങ്ങൾ കമന്റ് ഞാൻ ചെയ്യുക. ഇതൊന്ന് കറക്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതിന്റെ വില വരുന്നത് 170. താങ്ക് യു സോ മച്ച്. ഇനി താങ്കൾക്ക് തരട്ടെ. പക്ഷെ ദേഹത്തിന് അത്യാവശ്യമായിരുന്നു. ഷർട്ടിലൊക്കെ എപ്പോഴും ലിങ്ക് വരുമ്പോൾ ഇത് ഞാൻ അത്ര ഹാപ്പി അല്ല. പോരട്ടെ, 5ാമത്തെ പ്രൊഡക്റ്റ്. ക്രോക്സിൽ കയറി 6000 രൂപയുടെ 3000 രൂപയുടെ സാധനം വാങ്ങിച്ചു. പോലെ വാങ്ങിച്ചാൽ നോക്കി, അവിടെ നിന്ന് ഇറങ്ങി, പിന്നെ വേറെ കയറി സാധനം വാങ്ങി. അടിപൊളിയടാ. ഇത് കണ്ടോ, ഇത് ക്രോക്സ് അല്ല, പ്രോസ്. ക്രോക്സിന്റെ പ്രോസ്. ഇല്ല, മിന്നൽ മുരളിയിലും ടോന പറയുന്ന പോലെ എന്തോ പറയല്ലേ, ഇത് അബിഡാസ്. ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, അഡിഡാസ്. ഇത് കണ്ടോ, 40 കറക്റ്റ്. എനിക്ക് 40 സൈസ് വേണം. കറക്റ്റ് അല്ലേ? 40. ഒന്ന് ഇട്ട് നോക്കി, ഒരു കാലം നിട്ട് കറക്റ്റ് ആണോ നോക്കട്ടെ. അയ്യോ, ഈ കുരുപ്പിന്റെ മേൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചാൽ ഈ കുരുപ്പിന്റെ മേൽ ഒരു കണ്ണ് വേണം കേട്ടോ. കറക്റ്റ് ഇടാൻ നല്ല സുഖം. അടിപൊളി കേട്ടാ. സെറ്റല്ലേ? വില നോക്കിയില്ലേ? 540 നോക്കി. 540 വರ್ತല്ലേ? പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പതിയെ അതിനകത്ത് കണ്ട കുറച്ച് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ മഴവില്ലും അത് അമ്പ് കണ്ടാ ഇപ്പൊ പിടിച്ച് പറിക്കും. അപ്പൊ ഓക്കെ, താങ്ക് യു. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, അടുത്ത കാറ്റഗറി വരും അല്ലേ? അപ്പൊ ഇപ്പൊ എത്ര ആയി? 5, 6. ഇനി 6ാമത്തെ അല്ലേ? അല്ല, ഇപ്പൊ 6 ആയില്ലേ? അല്ല, ഇനി 6ാമത്തെ. കൂളിംഗ് ഗ്ലാസ്. ഓ, എനിക്ക് ഈ ഒരു ഷെയ്ഡ് എന്റെ ആകപ്പാടെ ഒറ്റ കളറേ ഉള്ളൂ. ഇനി ഇച്ചിരി നീലിച്ച് കാണട്ടെ എന്ന് വെച്ച്. കാണുന്ന എല്ലാം നീല. എന്റെ പൊന്നടി ഇത് നല്ല വെയിലത്തിട്ടാ, ഇല്ലെങ്കിൽ ഇത് ഇടാൻ പറ്റത്തില്ല. അല്ല, ഇതില് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് അവർ എഴുതിയിട്ടുണ്ട് കുറച്ച്. UV പ്രൊട്ടക്ഷൻ ഉണ്ട്. ഏത് ഗിഫ്റ്റ് വന്നാലും ഏട്ടന് നീലായിട്ടല്ലേ കാണൂ? അത് പറ അല്ലേ? ഏത് ഗിഫ്റ്റ് വന്നാലും നീലായിട്ടല്ലേ കാണൂ? താല്പര്യമില്ല. നോട്ടെ, ഇത് ഞാൻ എന്താ ഷർട്ടൊക്കെ വെച്ച് എനിക്കൊരു ഫൈനൽ ലുക്ക് നിന്റെ വേണം. എന്റെ ടോപ്പും കൂടി ഇട്ടിട്ട് ഫൈനൽ ലുക്ക് വേണം. അത് കാണിക്കാം. ബിസ്ക്കറ്റ് മത്സരം അല്ല. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ. ഇഷ്ടപ്പെട്ടോ? ഓ, ഇഷ്ടപ്പെട്ടു. സൂപ്പർ. ഇത് വില വില നോക്കില്ല. 350 രൂപ. അത്ര ഉണ്ടോ? വില ഒന്നും നോക്കാതാണോ വാങ്ങിച്ചത്? 1000 താഴെ കേട്ടു, ഞാൻ വാങ്ങി. താങ്ക് യു. കൊള്ളാം. ഇഷ്ടപ്പെട്ടു. ഉജാല കളറാന്നേ ഉള്ളൂ. ഇതൊക്കെ അപ്രൂവ്ഡ് അല്ലേ? ഇതൊക്കെ ഗ്ലാസ് ഒക്കെ അപ്രൂവ് ആണോ? അപ്രൂവ് ആണ്. കൈ കാണിക്ക്. എടാ, കമ്മലല്ലേ ഇത്? കമ്മലൊന്നും അല്ല, കയ്യിലിടുന്നല്ലേ. കമ്മലാണോ? ഇത് കമ്മലൊന്നും അല്ല, ഇത് കൈയിടുന്ന. കൈവിട്ടെ. എടാ, ഇയറിങ്സ്. എന്റെ പള്ളി, ഇത്രയും വലിയ ഇയറിങ്സ്. പക്ഷെ എനിക്ക് വേണമായിരുന്നു. ഈ ഡ്രസ്സിന്റെ കൂടെ സെറ്റ് ആയിരിക്കും. ഇയറിങ്സ് ആണെന്ന് അറിഞ്ഞിരുന്നേ ഞാൻ ഇത് വാങ്ങൂലായിരുന്നു കേട്ടോ. ഞാൻ കയ്യിലിടുന്നെന്ന് പറഞ്ഞാ വാങ്ങിച്ചത്. ഇത് വേണം നമുക്ക് കയ്യിലിടാം. പക്ഷെ കേട്ടോ, ഇത് ആ ഡ്രസ്സിന്റെ കൂടെ ഞാൻ ഇട്ട് കാണിച്ചു. പക്ഷെ കൊള്ളാം. കുറെ പേര് ഇത് ഇങ്ങനത്തെ ടൈപ്പ് ഇടും. എനിക്ക് ഈ ടൈപ്പ് ഇല്ലായിരുന്നു. 249. എന്നാലും അടിപൊളി കേട്ടോ. എനിക്കിത് വേണം. ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഞാനില്ല, എന്റെ കമ്പനി വേണം. നിനക്ക് വേണം ടാഗ് തരാം. ടാഗ് കൊടുത്തേ, എന്തിന്റെങ്കിലും ഒരു ടാഗ് പൊട്ടിച്ചു കൊടുത്താലോ? അവൻ ഇവിടെ ഇരുന്ന് അത് കാണുന്നു. എന്നാ പിന്നെ അവിടെ പോയി കണ്ടൂടെ? ഓക്കെ, അടുത്തത്. അടുത്ത ഞാൻ തട്ടെ. തരോ. ട്രാവൽ പില്ലോ. പക്ഷെ ഇതിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇല്ല, കാറിലുണ്ട്. അത് ചുറ്റുമുള്ള ഇല്ലല്ലോ. ഓ, സോ കംഫർട്ട്. ഡ്രൈവ് പോകുമ്പോ സെറ്റാ. ഡ്രൈവ് പോകുമ്പോ മാത്രമല്ല, ട്രിപ്പ് പോകുമ്പോ അത്യാവശ്യമാണ്. മെയിൻ ആയിട്ട് നമ്മൾ ട്രെയിനിലോ ഫ്ലൈറ്റിലോ പോകുമ്പോൾ അവിടുത്തെ സീറ്റ് ഒരുമാതിരി ഇരിക്കുമായിരിക്കും. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ നല്ല സുഖം. എടാ, നിന്റെ മൂഡ് കാണാനാടാ അവിടെ ഇരിക്കുന്ന ആൾക്കാര്. കൊണ്ട് നടപ്പോ പെടലി ഭീഷണ. അതല്ലേ പെടലി. അത് എടുക്കാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടു. ഇത് ഉണ്ടായിരുന്നു. ഇല്ലല്ലേ, ചുറ്റുള്ള കാറ് ചാരി. അത് ഫ്ലൈറ്റിൽ എങ്ങനെ കൊണ്ടുപോകണേ? പക്ഷെ നല്ല ക്വാളിറ്റി.
പറയാതിരിക്കാൻ പറ്റും. പിടിച്ചു നോക്കി, നല്ല സ്പോഞ്ചാ, ഉള്ളത് ഏറ്റവും നല്ല നോക്കി നല്ല വാങ്ങിയതാ. സാധനം. എത്ര രൂപയാണ് റേറ്റ്? ഓ ഇത് നമ്മുടെ നാട്ടിലെ പ്രോഡക്റ്റ് അല്ല കേട്ടോ, ദുബായിന്ന് വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ലക്ഷദ്വീപ് പോയപ്പോഴേ ഏട്ടൻ ഫ്ലൈറ്റ് ഇരുന്ന് ഉറങ്ങി തീർക്കുന്നു, ഇങ്ങനെ വാങ്ങി തുറന്നു വെച്ചു. അതുകൊണ്ടാണ് ഞാൻ വാങ്ങി. 800 രൂപ. ഇതിന് ക്ലിപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. ക്ലിപ്പും ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് വേണ്ട, തിരുവനന്തപുരത്തായപ്പോ ഉള്ളത്, അതുകൊണ്ട് വിളിക്കണ്ട. എന്നാ ഞാൻ കൊല്ലത്തോട്ട് വിളിക്കാം. വിളിച്ചോ. കാര്യമില്ല. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? ആ ഇനി താന്ന എന്തൊരു തരണം? അത് തരാനല്ല, വേറെ എന്തെങ്കിലുമൊക്കെ താ. അടുത്ത നിനക്ക് യൂസ്ഫുൾ പ്രോഡക്റ്റ്, പക്ഷെ വില കുറവായിരിക്കും. എല്ലാം യൂസ്ഫുള്ളാ. കോട്ടൺ ബോൾസ്. ഇത് ഞാൻ പറയട്ടെ എന്തിനാണ്? നമുക്ക് ഈ റോസ് വാട്ടർ ഒക്കെ മുക്കി മേക്കപ്പിനാ. ആക്ച്വലി എനിക്കറിയത്തില്ല. എടാ ഇത് മറ്റേ ലിപ്സ്റ്റിക്ക് ഉടച്ചൂടെ? ഞാൻ അങ്ങനെ വാങ്ങിച്ചത്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ക്ലെൻസർ, ടോണർ, ലോഷൻസ്, മേക്കപ്പ് ചെയ്യുന്നുണ്ടല്ലേ, അത് അപ്ലൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മേക്കപ്പ്, നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാണ്ട് യൂസ് ചെയ്യാം. ഞാൻ സത്യം പറഞ്ഞത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ തുടക്കുന്ന വെറ്റ് വൈപ്സ് വെച്ചിട്ടാ. പക്ഷെ ഇത് കൊള്ളാം, ഇത് വേണമായിരുന്നു. യൂസ് ആവുന്നത് ഭയങ്കര ഇതായിട്ട് അത്ര യൂസ് ആവത്തില്ല. ഒരുപാട് സെർച്ച് ചെയ്യേണ്ടി വന്നല്ലേ? ഇത് അത്ര യൂസ് ഇല്ലല്ലേ? യൂസ് ഉണ്ട്. അല്ല, ടിഷ്യൂ ഉണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ യൂസ് ഇല്ല. എല്ലായിടത്തും വൈറ്റ് ആണേ, നിർബന്ധമൊന്നും ഇല്ല. നിങ്ങൾ ഇത് കണ്ടോ? ചട്ടമ്പിയ ഒരടുത്ത് അടങ്ങിയിരിക്കത്തില്ല, ഓട്ടത്തോളം ഓട്ടോ. അവിടെ ഇടാ, നിങ്ങൾക്ക് നമ്മളെ കണ്ടില്ലെങ്കിൽ അവന്റെ ഇത് കാണാൻ കണ്ടോ? അപ്പൊ അവന്റെ പാമ്പേഴ്സ് ചന്തി. ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് അതാ. പിടിക്കാനും സമ്മതിക്കുന്നില്ല. അപ്പം താങ്ക് യു സോ മച്ച്. എന്റെ ടെൻഷൻ മൊത്തം ഇപ്പൊ ഇതില്ല. ഇതിന്റെ വില പറഞ്ഞില്ല. 75 ഇതിന്. എന്തുവാടാ? 50 കോട്ടൺ ബോൾസ് ഉണ്ട്. 50 എണ്ണം ഉണ്ട്. ഇനി ഞാനാണോ? നീയാ. എന്താ സാധനം? എടാ മാറാ ഇല്ല ചന്തിയും കൊണ്ട് ഗിഫ്റ്റ് തരുമ്പോഴാ അവന്റെ അവന് നടുക്ക് ഇരിക്കണോന്ന്. ഈ മേല് വായിക്കേ. പാസ്പോർട്ട് ഹോൾഡർ പൗച്ച്. ഓ പാസ്പോർട്ട്. ഏടാ മോ, ഇനി നമ്മൾ ട്രിപ്പ് ഒക്കെ അടിക്കുമ്പോണ്ടല്ലോ പൊള്ളിയായിരിക്കും കേട്ടോ. ഇത് സെറ്റ് ഇഷ്ടപ്പെട്ടു. നമ്മളെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് ഒരു യുണീക്ക്. ഇത് അമ്പൂനുണ്ട് കേട്ടോ. അല്ല അമ്പൂനിടാ, കാരണം പിള്ളേരെ പാസ്പോർട്ടല്ലേ കുറച്ച് ക്യൂട്ട് ആയിട്ടിരിക്കണ്ടേ. അപ്പൊ ഇത് നമുക്ക് അമ്പൂന്റെ പാസ്പോർട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് ഞാൻ നീ പറഞ്ഞ അമ്പൂന് കൊടുക്കാം. കൊള്ളാം, ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇതൊക്കെ തിങ്ക് ചെയ്തെടുത്തല്ലോ. ഇതൊക്കെ എവിടെ ഉണ്ടായിരുന്നു അവിടെ? ഞാൻ കുറെ നോക്കിയിട്ട് നല്ല ഒരു കുറെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുള്ളൂ. ബാക്കി കളർ തേക്കാൻ വേണ്ടി വാങ്ങിച്ചതാ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്. ഓ ഞാനല്ലേ. എടാ ഇപ്പൊ എത്ര ഗിഫ്റ്റ് ആയി? അടുത്തൊരു വെറൈറ്റി ഐറ്റം. റിജക്ട് ചെയ്തില്ല ഇതുവരെ ഒന്നും റിജക്ട് ചെയ്തിട്ടില്ല അല്ലേ? ഗിഫ്റ്റ് അല്ല ആരെ റിജക്ട് ചെയ്യാൻ തോന്നില്ല ഗിഫ്റ്റ് കാണുമ്പോഴേ. നമുക്ക് അങ്ങനെ എനിക്ക് വേണമെങ്കിൽ ആ ഫേസ് ടിഷ്യൂ അല്ല കോട്ടൺ ബോളും സെയിം കാറ്റഗറിയിൽ വരുന്നത്. ശരിയാ ശരിയാ. രണ്ടിന്റെ യൂസ് ഏകദേശം ഒക്കെ സെയിം. അപ്പൊ അത് വേണമെങ്കിൽ അതിലൊന്ന് റിജക്ട് ചെയ്യാം. ശരിയാ. അടുത്ത നീ ഒരിക്കലും റിജക്ട് ചെയ്തില്ല. കണ്ണടക്കി കൈ കിട്ട്. അത് കൊള്ളാടാ. ഒറിജിനാലിറ്റി ഉണ്ടോ കാണാൻ? ഇത് ഇത് ബണ്ണാണോ? ബണ്ണാണ്. ഓക്കെ. ഇനി സാരിയെ കൊടുക്കുമ്പം ഒരു പെട്ടെന്നൊരു ലുക്ക് ഞാൻ പിന്നൽ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ബണ്ണായിട്ട് ഇടുമ്പോ സെറ്റ് ആയിരിക്കും. റിയലിസ്റ്റിക് ആയിട്ടില്ലേ? ഒറിജിനൽ ആണെങ്കിലേ. അത് മാത്രല്ല, നീ അത് മണപ്പിച്ച് നോക്ക്. നീ അത് പെർഫ്യൂംഡ് ആണിത്. ഞാൻ വിചാരിച്ചു മണപ്പിച്ച് നോക്കാൻ പറഞ്ഞപ്പോ കളിയാക്കി പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്കിത് ഞാൻ ഇത് കയ്യിലിടും. അല്ല ഇത് പെർഫ്യൂംഡ് ആണ്. മണമുണ്ട് മുല്ലപ്പൂവിന്റെ അല്ല. അയ്യോ ലിപ്സ്റ്റിക് പറ്റിയെന്ന് തോന്നുന്നത്. ഇവിടെ എവിടെ തൊട്ടാണ് ലിപ്സ്റ്റിക് ആണല്ലോ ദൈവമേ. ഞാൻ ഇങ്ങനെ കയ്യിലിടും കേട്ടോ. കയ്യിലിടാൻ കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് മണക്കുകയും ചെയ്യാം. തലയിലിടാം. വെറൈറ്റി. ഇത് വെറൈറ്റി സാധനം. അത് അപ്രൂവ്ഡ്. 2 എണ്ണം ഉണ്ട്. വില പറഞ്ഞില്ല. നീ ഇതിന്റെ വില പറഞ്ഞില്ല. അതിന്റെ വില പറഞ്ഞില്ല. ഇല്ല, ഇതിന്റെ വില പറഞ്ഞില്ലല്ലോ ഗൈസ്. ഇതിന്റെ വില പറഞ്ഞില്ല. ഞാൻ വാങ്ങിച്ച സാധനങ്ങളുടെ എല്ലാം വില എന്റെ മൈൻഡിലുണ്ട്. നമുക്ക് ബില്ല് നോക്കണം. എവിടെ ഒരു ഹൈപ്പർ കയറി. ഇതിന്റെ വിലയോ? ഇത് 100 രൂപ. ഒരെണ്ണം 100 രൂപ, 2 എണ്ണം 200 രൂപ. ലാസ്റ്റ് പറയാം. അടുത്തിട്ട് 200. ഓ അപ്പൊ സെയിം 200. ഇതിന് 100 ഇതിന് 100. ഒരെണ്ണം 100, 2 എണ്ണം വാങ്ങിയില്ലേ 200.
ഒരെണ്ണം 100 രൂപയോ? എടേ അത് നഷ്ടമായി പോയേട്ടോ. പെർഫ്യൂം കൂടെ ആയതുകൊണ്ടായിരിക്കണം മേ ബി. അല്ല റിയലിസ്റ്റിക് ആണല്ലോ. നെക്സ്റ്റ് ഐറ്റം പോരട്ടെ. മൃദുലയ്ക്ക് ചെറിയ പിണക്കം ഉണ്ടോ? എടാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് 30 രൂപയുടെ ഒരു ടവൽ വാങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ തോർത്ത് വാങ്ങിച്ചു ഫീൽ ആയത് വിട്ടില്ല. പിന്നെ കോട്ടൺ ബോള് പിന്നെ തേച്ച് ഗിഫ്റ്റിൽ നമ്മൾ പ്രൈസ് നോക്കാം. വാല്യൂ ഓഫ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഡ്രസ് ഇഷ്ടപ്പെട്ട്, ക്രോക്സ് ഇഷ്ടപ്പെട്ട്, ദാണ്ട ഈ സാധനം ഇഷ്ടപ്പെട്ട്, ബാഗ് ഇഷ്ടപ്പെട്ട്, വളരെ തമാശക്ക് തന്നെയാ. അടുത്ത ഞാനോ ഏട്ടനോ? നീ ഞാനല്ലേ വന്നു, നിന്റെ മോൻ വന്ന്. ഓക്കെ കണ്ണടയ്ക്കോ, കൈ നീട്ടു. നിനക്ക് അത്യാവശ്യമുള്ള അതല്ല ക്യാപ്പ് അടച്ചും വെക്കാം. 100 രൂപ. 100 രൂപ ഇഷ്ടപ്പെട്ടില്ലേ? നീ പോയി പല്ല് കയറാ. 2 പല്ലല്ലേ ഉള്ളൂ എനിക്ക്. കണ്ടോ ഓടണോ ഇതിന്റെ പുറത്തൂടെ? അതൊക്കെ നല്ല ശീലമാണോ ഈ ഓട്ടൊക്കെ ഇതിന്റെ മണ്ടക്കൂടൊക്കെ? അടങ്ങി എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നൂടെ? എനിക്ക് തുമ്മ വരാൻ വരുന്നു. ഈ വീഡിയോ മൊത്തം അവന്റെ ബാക്ക് ആയിരിക്കും. സത്യം. ഇറങ്ങി പോടാ. ഞാനൊന്ന് ചാട് 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 ചാടത് പറഞ്ഞ മനസ്സിലായോ അവന്? എത്ര വട്ടം എണ്ണീറ്റ് പോയല്ലേ. കളിക്കാൻ അല്ലേ ഇവിടെ ഇരുന്നാ കുഴപ്പമില്ല. എവിടെയും ഇരിക്കത്തില്ല, അതല്ലേ പേടിയാവുന്നു. നടക്കണം. നല്ല പ്രശ്നമാണ്. ക്യാപ്പ് ഉണ്ട്. 100 രൂപയ്ക്ക്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും കൂടുതൽ വാഴാത്ത സാധനം ബ്രഷാ. അതെ എന്താണെന്ന് അറിയത്തില്ല. അത് ബ്രഷ് കടിച്ചു പറിക്കുന്നത്. പല്ല് കേൾക്കുമ്പോ ബ്രഷ് കടിച്ചു പറിക്കും. ചുമ്മാതല്ല, എല്ലാ ഹസ്ബൻഡ്സും തോന്നുന്നു. ഞാൻ കുറെ റീൽസും കണ്ടിട്ടുണ്ട്. എന്റെ ബ്രഷിന്റെ ചില ഭാഗം തേഞ്ഞു പോകും പെട്ടെന്ന്. കടിച്ചെടുക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഇനി വടിയെടുക്കുന്നില്ല. വടിയെടുക്കും, സത്യമായിട്ട് വടിയെടുക്കും. ഒരു മര്യാദയുണ്ട്. അച്ഛന്റെ തേങ്ങ അത് ഏട്ടനെ മറിഞ്ഞു വന്ന് നിക്കണമെന്നാ. ബ്രഷ് കളിക്കാൻ കൂടെ ബ്രഷ് അത് ഞാൻ ചേട്ടോ. ഇതിങ്ങ് കടിച്ച് കടിച്ച്. അടുത്ത ഞാനല്ലേ തരട്ടെ. അപ്പൊ ഇതേത് ഐറ്റത്തിൽ ഉൾപ്പെടുത്തും? ബ്രഷോ? അത് സെൽഫ് കെയറിൽ ഉൾപ്പെടും. ബ്രഷ്. വീഡിയോ ഇന്ന് എടുക്കണ്ട. എന്റെ അടുത്തല്ല, ഏട്ടന്റെ അടുത്താ വഴക്കുമായിട്ട് നിൽക്കുന്നത്. ഓക്കെ അടുത്തത് ഫുഡ് ഐറ്റം. ഇത് മറ്റില്ല, ഇനി പേരെനിക്ക് ഞാൻ മറന്നുപോയി. കോട്ടൺ ക്യാൻഡി. കോട്ടൺ ക്യാൻഡി പിടിച്ചു. ഫുഡ് ഐറ്റംസ് ഒന്നേ പാടുള്ളൂന്നുണ്ടായിരുന്നു. അപ്പൊ ഫുഡ് ഐറ്റംസ് ഞാൻ ലേസ് വാങ്ങിച്ചു, ഏട്ടൻ കോട്ടൺ ക്യാൻഡി വാങ്ങി. പിള്ളേർക്ക് അത്ര കൊടുത്തുകൂടാ, പഞ്ചസാര കൊടുത്തുകൂടാ. അവര് വേണ്ടല്ലോ. അതിന് വേണ്ട, താല്പര്യം മധുരം ഒന്നും താല്പര്യമില്ല. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം അടുത്ത ഐറ്റത്തിലോട്ട് പോവാം. ഇതിന്റെ വില പറഞ്ഞില്ല. 100 രൂപ. സോറി 50 രൂപ. എനിക്ക് എല്ലാത്തിനും വില ലാഭം. അതുപോലെ എനിക്ക് പെട്ടിയും കിട്ടിയല്ലോ. കഴിച്ചാ എന്ത് പ്രശ്നം അറിയുമോ? കഴിച്ചോണ്ടിരിക്കും. മൊത്തം പഞ്ചസാര കേട്ടോ. താങ്ക് യു. സൂപ്പർ സ്വീറ്റ് ലൈക്ക് യു. വാട്ട് മാൻ, ഇത് മൊത്തം ക്രിഞ്ചാണല്ലോ. ഇഷ്ടപ്പെട്ടു. എണ്ണ ഉണ്ടോ? എത്രാമത്തെ ഗിഫ്റ്റാ? നിങ്ങൾ പറയൂ, കമന്റ് ചെയ്തു. മുതിരയുടെ ഒരു കവറ് 2 കവറുള്ളൂ. ഒരുപാടായിട്ടും. ഹായ് എയ്റോപ്ലെയിൻ. നോ, റോക്കറ്റ്. ഓ ഏവിയേഷൻ. നീ എന്നെ ഊക്കാൻ വേണ്ടിയാണോ ഏവിയേഷൻ പഠിച്ചെങ്കിലും? നിനക്ക് ഓർമ്മ വരട്ടെ, നീ ഏവിയേഷൻ പഠിച്ചു. സ്പേസ് റോക്കറ്റ് എന്നാട്ടോ അതിന്റെ പേര്. 250 രൂപ. 250 രൂപയുള്ളൂ. പക്ഷെ ഇതിനകത്ത് 850 എഴുതിയേക്കുന്നു. 250 രൂപ അത്രേ ഉള്ളൂ. അടിപൊളി കേസ്. ഇതിന് എന്തെങ്കിലും ഉണ്ടോ? മോട്ടർ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് റിവേഴ്സ് എടുക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് വരുന്നില്ല അങ്ങനെ. അല്ല പ്രസ്. ആ മേലെ ഇരിക്കുന്ന പ്രസ് ചെയ്. ആ ആളെ പ്രസ് ചെയ്. തറയെ വെച്ചിട്ട് പ്രസ് ചെയ്. ഇനി തറവേ. ഓ റോക്കറ്റ് യാർ. Oh my god. ഓയ്യോ എന്തൊരു പവറേ. സെറ്റ് സാധനം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് അമക്കണം. കറക്റ്റ് നമ്മളെ ഈ ഇത് ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെ.
ഇപ്പൊ താഴെ പക്ഷെ അല്ലെങ്കിൽ ഇങ്ങനെ സൂപ്പർ സാധനം ഗൈസ്. ലാവന്റെ അടുത്തോട്ട് റോക്കറ്റ് ചെയ്തോട്. റോക്കറ്റ് വിട്. അമ്പു റോക്കറ്റ് വരുന്നു. അമ്പു റോക്കറ്റ് അടുത്തായിട്ട് താ, ഞാൻ തന്നില്ലേ. അപ്പി പോരാ നാളെ തൊട്ട് വാർക്ക് പണിക്ക് പോകുമ്പോ മണല് പോരാ, സിമെന്റ്. ഇത് വീട്ടു സാധനം വാങ്ങാൻ പോയതെന്ന് പറയരുത്. ഇത് കൂട്ടണ്ട കേട്ടോ. ഇതാ വെള്ള ഡിസ്ക്വാളിഫൈഡ് ആണ്. അത് ഡിസ്ക്വാളിഫൈഡാ. അല്ല ഇതാണ് വാങ്ങിച്ചത്. ഇത് ഇതിന്റെ 2 തരത്തോന്നു. ഇത് ഒരെണ്ണം ഫ്രീ ആ. എനിക്ക് എന്തുമാത്രം പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നറിയോ? ആക്ച്വലി ഇത് എന്തിനുള്ള അരിയൊക്കെ എടുക്കാനുള്ളതാ? അല്ലടാ, മാവ് പൊടി വീട്ടിലെ പൊടി തൂത്തൂട്ടാൻ. അല്ല, അതല്ല, ബിഗ് സ്കൂപ്പ് അങ്ങനെയുള്ളൂ ഇതിന്റെ പേര്. അപ്പൊ അരി പോരാ, വലിയ ടിന്നിലൊക്കെ മാവൊക്കെ ഇട്ട്. ഇത് വേണേ റിജക്ട് ചെയ്യാൻ കേട്ടോ. 2 കൂടെ 60 രൂപ ഉള്ളു കേട്ടോ. 89 രൂപ. അല്ല, അത്ര ആയില്ല, 60 രൂപ ഉള്ളു. അയ്യോ, അത് ഭയങ്കര ലാഭം കേട്ടോ. അതോടെ വാങ്ങിച്ചത് 2 അപ്പൊ ഒന്നിന് 30 രൂപ ഉള്ളു. അപ്പൊ ഞാൻ ഈ വൈറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിന്റെ യൂസ് വരുന്നത് നമുക്ക് മാവ് കോരാം. എന്താ ഇഷ്ടപ്പെട്ടു? എടാ സത്യമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെറുതാണെങ്കിൽ സ്പൂണായിട്ട് കൂട്ടായിരുന്നു ഇത്. പക്ഷെ ഒരു ഉപയോഗം ഇല്ലാത്ത ഗിഫ്റ്റ് ആയി. എടാ, ഉപയോഗം ഉണ്ട്. ഇത് തൂത്തുവാരനല്ല, ഇത് കിച്ചണിൽ യൂസ് ചെയ്യുന്നതാ. മാവ് കോരാ. അപ്പി സെറ്റിയിലൊക്കെ അപ്പി ഇടുമല്ലോ, അല്ല അമ്പ് സെറ്റിയിലൊക്കെ അപ്പി ഇടുമല്ലോ. ഇത് അപ്പികോരി അല്ല. ഇത് കിച്ചണിൽ യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഗിഫ്റ്റ് ഈസ് ഗിഫ്റ്റ്. 60 രൂപയ്ക്ക് ഭയങ്കര ലാഭം. ക്ലോസ് യുവർ ഐസ്. ഇവിടെ ക്യൂട്ട്. എന്റെ SSD ഒക്കെ ഇടാം. SD കാർഡ് ഇടാൻ പറ്റും. SD കാർഡ് മാത്രമല്ല, നമുക്കിത് നമ്മുടെ പാൻസിൽ കൊളുത്തിയിടാം. ഈ സാധനം ഞാൻ സത്യം പറഞ്ഞാൽ താക്കോലി കൊളുത്തിയിടാൻ വേണ്ടി വാങ്ങി. താക്കോലി കൊളുത്തിയിടാൻ വൃത്തിയിടാം. പക്ഷെ അല്ലാണ്ട് എന്റെ ചെറിയ മൈക്രോ SD കാർഡൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഡ്രോണിനൊക്കെ യൂസ് ചെയ്യുന്ന, ഇങ്ങനെ ഇടാം. ഇതിലൊന്നിട്ടേ. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിലിടാൻ പറഞ്ഞാ വാങ്ങി. കൊള്ളൂല. ഞാൻ വിചാരിച്ചു ഇതിനകത്താകുമ്പോ ഏട്ടൻ അത്യാവശ്യം കാറിന്റെ കീ ചെയിൻ ഇടാ അത്ര പോരാ കേസത്. അത് പോരല്ലേ? ഇല്ല, കാർ അത് വൃത്തിയിട്. കാറിന്റെ പോക്കറ്റ് ഇട്ടാൽ ഇതെനിക്ക് എന്റെ SSD ഒക്കെ ഇടാം. ഡ്രോണിന്റെ ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇത് സൂപ്പർ സാധനം, നല്ല സാധനം. ഞാൻ പറഞ്ഞില്ലേ, നല്ല മെറ്റീരിയൽ. കോയയുടെ പ്രോഡക്റ്റാ. നീ കണ്ടില്ലേ ഇത്? കോയ എത്ര രൂപയായി? 360 ഇല്ല, 160 ആണോ? അതിൽ 360 എഴുതിയെങ്കിലും ഓഫർ ഉണ്ടായിരുന്നു. ക്യൂട്ട് ഗിഫ്റ്റ്. കുറെ ആയില്ലേ നമുക്ക് ഈ വട്ടം? കഴിഞ്ഞ വട്ടം 10. ഇത് 10 ഒന്നുമില്ല, കാരണം റിജക്ട് ആവുമെന്ന് പേടിച്ചിട്ട് കുറച്ച് എടുത്തായിരുന്നു. ഇതുവരെ ഏട്ടന്റെ ഒന്നേ റിജക്ട് ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് പോരട്ടെ. കണ്ണടയ്ക്കോ. പെർഫ്യൂം ഏട്ടാ 2 ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഉണ്ട്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അങ്ങ് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ദിസ് മേരാ തൂ, അല്ല ഇങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലേ, ദോ മേരാ തൂ. എനിക്കൊന്ന്, നിനക്കൊന്ന്. ഇനി നമുക്ക് ഒരെണ്ണം പൊട്ടി അടിച്ചു നോക്ക്. വൈറ്റ് ആണ്, ആർക്കും സംശയമൊന്നുമില്ലേ? എടാ, 800 രൂപയ്ക്ക് 2 ലാഭമാണല്ലോ. ഓഫർ എന്തോണ്ടായിരുന്നു, ഞാൻ പിന്നെ ഒന്ന് നോക്കി. എന്നാലും മണമായിരുന്നു, ഞാൻ പിന്നെ വാങ്ങി. ഒന്നാമത് മൃദുലയ്ക്ക് പെർഫ്യൂം ഇല്ലായിരുന്നു. എനിക്ക് അന്ന് വാങ്ങിച്ചിരുന്നില്ല ചലഞ്ചിൽ. ആ ഒരു പെർഫ്യൂം എനിക്കുണ്ടായിരുന്നു. ഇത് യൂണിസെക്സ് ആണ്, 2 പേർക്ക് പഠിക്കാം, നോ പ്രോബ്ലം. ലണ്ടൻ നോട്ട്സിന്റെ അടിപൊളി സാധനം കൂടി ഞാൻ അടിക്കട്ടെ. കയ്യട് ബ്രാൻഡിനൊക്കെ വേറെ ഒരു പേരുണ്ടായിരുന്നു. പ്രീമിയം ഫ്രഷ് ഫീല്. ഫ്രഷ് എന്ന് പറഞ്ഞാൽ തുപ്പിൽ ഇറക്കിവിടാം. ഫ്രഷ് ഫീല്, അടിപൊളി സാധനല്ലേ? 8 hours കിട്ടുമെന്ന് പറഞ്ഞത്. പിന്നെ 800 രൂപ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ, കാരണം 800 രൂപയ്ക്ക് ചീപ്പായിട്ടായിരിക്കാം.
പെർഫ്യൂം 800 രണ്ടെണ്ണം കിട്ടി. അത് പക്ഷെ നല്ല ഗെറ്റ് വൺ smell അവര് ഉണ്ട്. പിന്നെ ഇയർ എന്തോ സെയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കിട്ടിയത്. അല്ലെങ്കിൽ ഇത് ഒരെണ്ണം 800 രൂപയാണ്. ഞാൻ നിന്റെ കയ്യിൽ അടിച്ചിട്ട് എന്റെ കയ്യിൽ മണക്കുന്നു. അല്ലേ നല്ല മണമുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരെണ്ണം എനിക്ക് കേട്ടോ. മാറ്റി ശരി, ഒരെണ്ണേ താങ്കൾക്കുള്ളൂ. ഇല്ല, നിന്റെ മറ്റേ തീർന്നിട്ട് ഞാൻ തരത്തോളൂ. അതെ എന്റെ ഗിഫ്റ്റ് തീർന്നു. കഴിഞ്ഞോ? കഴിഞ്ഞു, എന്റെ ഗിഫ്റ്റ് കഴിഞ്ഞു ഗൈസ്. 3 കവർ തീർന്നു. 3 ഒരൈറ്റം കൂടി ഉണ്ട്. ഞാൻ തന്നിട്ട് തന്നാ പോരെ? ആ തന്നാ മതി. പാമ്പേഴ്സാ? അല്ല, പാമ്പേഴ്സ് പിള്ളേരെ. പോടാ, കാറിൽ ടിഷ്യൂ തീർന്നില്ലേ? ഇത് ടിഷ്യൂ ആണോ? പൊടിക്കില്ല, അങ്ങനല്ല. ജസ്റ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. കാറിൽ വെക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാ ഞാൻ. ടിഷ്യൂ ഇതിപ്പോ വീട്ടു സാധനം വാങ്ങാൻ പോയതാന്ന് തോന്നുന്നു കേട്ടോ. അല്ല ഇത് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ഗിഫ്റ്റ് അല്ലേ, ഒരാൾക്ക് ആവശ്യമുള്ള സാധനം. ആവശ്യം ഇന്ന് ഏട്ടൻ കാറിൽ വെച്ച് ടിഷ്യൂ വെച്ചില്ലേ? എന്തോ പ്രശ്നം? ഇന്നെന്തോ ഇത്ര കുരുത്തക്കേട്? ഇന്നെന്തോ ഇത്ര കുരുത്തക്കേട്? ഭയങ്കര കൊടുത്തക്കേടുന്ന്. ഇത് എത്ര രൂപയാ? അത് നോക്കി റേറ്റ് ആണ് 170 രൂപ. 170 രൂപ. 170 രൂപ ടിഷ്യൂ ഇത്തിരി കൂടുതലല്ലേ? അല്ല, കാറി വെക്കാൻ വേണം. ഇതില് എത്ര പീസ് ഉണ്ടെന്നറിയോ? 200 എണ്ണം ഉണ്ട്. 200 ഷീറ്റ്സ് ഉണ്ട്. ഇതിനകത്ത് ഡിസ്നിയുടെ ഒരു ബ്രാൻഡിങ് ഉണ്ട് കേട്ടോ, അവരുടെ ബ്രാൻഡാട്ടോ ഡിസ്നിയുടെ. അപ്പം അടുത്ത ഐറ്റം ഞാൻ വാങ്ങിച്ചത് നീ അധികം യൂസ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നീ അത് വെക്കുന്ന ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ വെക്കും. കൈ കാണിക്കൂ. നിന്നെ കാണുന്നില്ല, ഇങ്ങനെ മാറും. ഇത് വൈറ്റ് ആണോ? വൈറ്റ് അല്ലേ? വൈറ്റാ. എനിക്ക് കണ്ണിന് ചെറിയൊരു പർപ്പിൾ കളറോടെ ഫീൽ ചെയ്യുന്നു. അത് കണ്ണിന്റെ കാലി കൂടി ഇങ്ങനെ ഒരു സാധനം പെരുത്തിങ്ങ കേറി അറ കിട്ടും എൻ്റെ. നീ ബോ വെക്കാറില്ലല്ലേ? ബോ ഇപ്പൊ ഈ ഹെയർ സ്റ്റൈലിലൂടെ കൊള്ളാവെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ വെക്കാം. വെക്കണേ? ബോ വെക്കുമ്പോ രസമുണ്ട് ഇല്ലേ ഗൈസ്? ബോ വെക്കുമ്പോ രസമില്ല. പിന്നെ കുറച്ച് ഏജ് കുറഞ്ഞല്ലേ? അങ്ങനില്ല, എന്നാലും കൊള്ളാം. കുഴപ്പമില്ല, കൊള്ളാം. ഞാൻ വെക്കാം. ഇത് ഞാൻ വെക്കും. തീർന്നു നിന്റെ ഗിഫ്റ്റ്? തീർന്നു. നോക്കട്ടെ. അവിടെ തീർന്നതാ, പക്ഷെ ഞാൻ കുറച്ചൊക്കെ എടുത്തായിരുന്നു. തീർന്നു, എന്റെ ഗിഫ്റ്റ് തീർന്നു. ഏട്ടന്റെ ഗിഫ്റ്റ് തീർന്നു. അവിടെ ഇരിക്കുന്ന ഒരു പച്ച, അത് പച്ച വേറെ, അത് ഫ്രീ കിട്ടിയ സാധനം. അത് വേണോ ഇനി? ഫ്രീ കിട്ടിയായിരുന്നു. ഫ്രീ കിട്ടി. അപ്പൊ ഗൈസ് നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യുന്നില്ല, അതിന് മുമ്പായിട്ട് നമ്മൾ തന്ന ഗിഫ്റ്റ് എല്ലാം നിരത്തി വെക്കട്ടെ. എന്നിട്ട് ഇതിൽ ഏത് ഗിഫ്റ്റ് ആണ് ഏറ്റവും ഫേവറേറ്റ് എന്നുള്ള സെക്ഷൻ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും ഗൈസ്. അപ്പൊ നമ്മള് രണ്ടുപേരും കറക്റ്റ് തുല്യമായിട്ട് ഇല്ലേ? എത്ര ഗിഫ്റ്റ് മൊത്തം എടുത്ത്? ഏട്ടന്റെ ഒരു ഗിഫ്റ്റ് അവിടെ ഉണ്ട്, ലേസ്. അത് വേണ്ട, കുഴപ്പമില്ല. എണ്ണിക്കോ? വേണം. 12 എണ്ണം. 12 എണ്ണം. ഒരാള് 12 എണ്ണം വാങ്ങിച്ചു ഗൈസ്. ഇത്ര ഐറ്റമാണ് കേട്ടോ വാങ്ങിച്ചത്. ഒരു ടേബിൾ നിറയെ ഗിഫ്റ്റുകൾ. പക്ഷെ എല്ലാം വില കുറഞ്ഞതുകൊണ്ട്, ഇത്തിരി കൂടിയതുകൊണ്ട്, പിന്നെ വിലയിലല്ലല്ലോ ഗൈസ് കാര്യം, അല്ലേ മൃദുലേ? വിലയിലല്ല കാര്യം. അതെ അതെ, ഗിഫ്റ്റിലാണ് കാര്യം. ഗിഫ്റ്റ് ഈസ് ഗിഫ്റ്റ്. ഗിഫ്റ്റ്. അങ്ങോട്ട് ഇരിക്കൂ. ഇത്ര ഐറ്റം. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ, ഞാൻ വാങ്ങിച്ച ഇത്ര ഐറ്റംസ് ആണ് എൻ്റെ പോർഷൻ. അപ്പം ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും ഫേവറേറ്റ് ഉള്ളത് ഒരെണ്ണം ചൂസ് ചെയ്യും. അതുപോലെ തന്നെ 2 എണ്ണമല്ല, ഒരെണ്ണം ഏറ്റവും ഇഷ്ടമല്ലാഞ്ഞത് ഒരെണ്ണം, ഇഷ്ടപ്പെടാഞ്ഞ ഒരെണ്ണം. ഇനി ഏറ്റവും ഫേവറേറ്റ് ഒരെണ്ണം. ഫേവറേറ്റ് ക്രോക്സ് ആണ്. ക്രോക്സ്. അടിപൊളിയായിരുന്നു. ഇനി ഇഷ്ടപ്പെടാത്തത് അത് ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു. ഇനി ഏട്ടൻ. എനിക്കോ? ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഗ്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ബാഗ്. ഇഷ്ടപ്പെടാത്തത് ചൂസ് ചെയ്യാൻ ഇത് തന്നെ. ഈ സാധനം എനിക്ക് വർക്കാവാത്തോണ്ടായിരിക്കും. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ വലിയ പ്രതീക്ഷയിലൊക്കെ വാങ്ങിച്ചതാണ്. ഇങ്ങനെ ആണോ എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ. മേ ബി ഇതിങ്ങനെ അല്ലായിരിക്കാം. ലിൻഡ് കേറുന്നുണ്ട്, പക്ഷെ കറക്റ്റ് ആവുന്നില്ല. ലിൻഡ് പോകുന്നില്ല ഇതിനകത്ത്. ഞാനും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇതില്. ഓക്കെ. ഇനി തന്നെ സെക്കൻഡ് വേണം. നിനക്ക് ഞാൻ ചൂസ് ചെയ്യാൻ തന്നില്ലല്ലേ? സെക്കൻഡ് വേണമെങ്കിൽ ഞാൻ ക്യാപ്പ് ചൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത് രണ്ടുമാണ് എനിക്കൊന്ന് ഫേവറേറ്റ് ആയതല്ലേ? അങ്ങനെ ഇടാം, ഫ്രണ്ടിലും ഇടാം. ഓക്കെ, അടിപൊളിയാടാ. ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടല്ലേ? എനിക്ക് ഏതാ ഇഷ്ടപ്പെട്ടറിയോ? ക്രോക്സും ഈ ഡ്രസ്സും. പിന്നെ ബാഗും ഇഷ്ടപ്പെട്ടു. എല്ലാം ഓക്കെയാണ്. ഏട്ടന് റിജക്റ്റ് ആയിരുന്നു. എന്റെ ഒരെണ്ണം റിജക്റ്റ് ആയി. കാരണം ഇതൊക്കെ സെയിം യൂസ് ആണ്. വേണമെങ്കിൽ തോർത്തിന് സെയിം യൂസ് ആണെന്ന് പറയാം. എല്ലാം തുടക്കാൻ ഉപയോഗിക്കുന്നതല്ലേ. അപ്പൊ ഗൈസ് നമ്മുടെ ഈ ഒരു ചലഞ്ച് ഡേ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കളെ. സോ അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഗിഫ്റ്റ് മൃദുല തന്നാലും ഞാൻ ഏതായാലും താഴെ കമന്റ് ചെയ്യാം. അപ്പം ഡേ ഇവിടെ ഒരു കുസൃതി കുടുംബം വന്നിട്ടുണ്ട്. ഭയങ്കര കുരുത്തക്കേടായിരുന്നു ഇന്നത്തെ വീഡിയോയില്. എടുത്തോ. ഒരുപാട് വടക്കിട്ട അമ്പു പടയാൻ.
അപ്പൊ ഗൈസ് അപ്പോ എത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ അടിപൊളി പാർട്ടുകളൊക്കെ ആയിട്ട് വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. അപ്പൊ നമ്മൾ റോഡ് ടു 5 million ആണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വഴി കാണുന്നവരെ ബൈ.